ദിവസവും നമ്മൾ ഒരുപാട് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നവരാണ്. നമ്മൾ മൊബൈലിൽ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയാണ് ടൈപ്പ് ചെയ്തത് എന്ന് നമുക്ക് ഒരിക്കലും ഓർമ്മ കാണില്ല. എന്നാൽ നമ്മുടെ മൊബൈലിൽ ഒരു ട്രിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ടൈപ്പ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഇതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ ഏത് ഡേറ്റിൽ എപ്പോഴാണ് നമ്മൾ എവിടെയാണ് ടൈപ്പ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ടാമത്തത്, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ എന്തൊക്കെയാണ് മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നത് എന്ന് നമുക്കിതിലൂടെ കണ്ടുപിടിക്കാനും സാധിക്കും. നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് ഇവിടെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ അക്സെപ്റ്റ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടി താഴേക്ക് വരിക. ഇവിടെ സ്കിപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ യെസ് ഐ ആം ഷുവർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കൺസെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ചെക്ക് ബോക്സ് കാണാം. അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്ത് ഒരു പെർമിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഓഫിലാണുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബാക്ക് വന്നിട്ട് ഞാനിപ്പോൾ വാട്സപ്പിൽ ഒരാൾക്ക് ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ വാട്സപ്പിൽ ഞാൻ ഒരാളെ സെലക്ട് ചെയ്തു. ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രം മതി, നമ്മൾ സെൻഡ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഞാനൊന്ന് ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ അതിൽ നിന്നൊക്കെ ബാക്ക് വരികയാണ്. ബാക്ക് വന്നിട്ട് ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ ടൈപ്പ് ചെയ്ത ആ ഒരു സംഭവവും അതിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ ഇവിടെയുണ്ട്. ഗൂഗിൾ ടൈപ്പ് ചെയ്തത് ഇവിടെ ഗൂഗിളിൻ്റെ ആ ഒരു ചിഹ്നമുണ്ട്. വാട്സപ്പിൽ ടൈപ്പ് ചെയ്തത് വാട്സപ്പിൻ്റെ ആ ഒരു ചിഹ്നവും ഉണ്ട്. ഇതുപോലെ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതൊക്കെ ഇവിടെ സേവ് ആയി കിടക്കും. ഇനി ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഫേസ്ബുക്കിലും സെർച്ച് ബാറിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഞാനതിൽ നിന്ന് ബാക്ക് വന്നു. എന്നിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ ആ ഫേസ്ബുക്കിൽ ഞാൻ ടൈപ്പ് ചെയ്തത് ഫേസ്ബുക്കിൻ്റെ ആ ലോഗോയോട് കൂടി ഇവിടെ സേവ് ആണ്. ഇതുപോലെ നമ്മുടെ മൊബൈലിൽ എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യുന്നത് എല്ലാം കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ട്രിക്കിലൂടെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൽ ഒരുപാട് ഉപകാരമുള്ള നല്ലൊരു സംഭവം തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. പല ആളുകൾക്കും നമ്മൾ ടൈപ്പ് ചെയ്തതോ സെൻഡ് ചെയ്തതോ ഒന്നും ഓർമ്മയില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇത്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.